മൂന്ന് പേരെയും അന്നത്തെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ജൂലൈ 8-ാം തീയതി രാത്രി ഏകദേശം 4 മണിക്കൂറോളം ഈ ജോർജ് മൈക്കിളും റോയും ഒരുമിച്ചുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിയോടുകൂടി അവർ തിരിച്ചു പോവുകയും ചെയ്തു. ആ രാത്രിക്ക് ശേഷം റോയിയെ പിന്നെ ആരും കണ്ടിട്ടുമില്ല. സ്വന്തം അനിയനായിട്ട് പോലും റോയിയെ പറ്റിയിട്ടൊരു പ്രോപ്പർ അന്വേഷണം ജോർജ് സാറ് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കേസ് ഫയലിൽ അങ്ങനെ ഒരു എഫേർട്ട് കാണാനില്ല. പിന്നെ കറിയാപ്പിയുടെയും സെൽവൻ്റെയും മൊഴി അനുസരിച്ച് ഔസേപ്പിൻ്റെ മരണശേഷം ഒരു പണിക്കാരെ അവർ ആ പറമ്പിലോട്ട് കടത്തിയിട്ടുമില്ല. മാം, ഇവിടെ അങ്ങോട്ട് മൊത്തം 60 ഏക്കറോളം വരുന്ന ഔസേപ്പിൻ്റെ തോട്ടമാണ്. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഔസേപ്പിൻ്റെ വീട്ടിൽ. പിന്നെ മാം, നമുക്ക് ഇവിടെ നിന്നുള്ള 4 കിലോമീറ്ററിൽ ഈ ഒരൊറ്റ CCTV മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ വീട്ടിലോട്ട് പോകാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ നമുക്ക് ഉറപ്പല്ലേ? അതെ മാം, വണ്ടി പോകുന്ന ഒരൊറ്റ വഴി മാത്രമേ അങ്ങോട്ടുള്ളൂ. മാം, സ്വന്തം അപ്പം മരിച്ചിട്ട് പോലും ഈ ജോർജ് സാറോ മൈക്കിൾ സാറോ ഒരൊറ്റ തവണ പോലും റോയെ വിളിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ ഒരു തോന്നലാണ്. ഒരുപക്ഷെ അന്ന് രാത്രി തിരികെ പോയത് റോയി അല്ലെങ്കിലോ. മാം, അന്ന് കിട്ടിയ വിഷ്വൽസ് വെച്ച് തിരിച്ചു പോയത് റോയി അല്ലെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ക്യാമറ നല്ല ക്ലാരിറ്റിയും കുറവായിരുന്നു, പിന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു. സോ എൻഹാൻസ് ചെയ്താലും I read through your report, Danya. സംശയിക്കാൻ ഇതൊക്കെ മതി. But where's the evidence? ജോർജിനെ പോലെ ഒരു എക്സലന്റ് ട്രാക്ക് റെക്കോർഡുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ നേരെയാണ് തന്റെ അലിഗേഷൻസ്. Your credibility as well as mine is at stake. അറിയാം സർ. I'm trusting you. Don't let me down. യെസ് സർ. ജോസിന് ലൈസൻസ് കൊടുക്കില്ലെന്ന് ചേട്ടായി പറഞ്ഞോ? ചേട്ടാ, ഇത് എന്നാ ഭാവിച്ചോണ്ടാ? അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ചേട്ടായി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. ചേട്ടായി അങ്ങ് ക്ഷമിക്കേ. ഇതെത്ര നാളാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ചേട്ടായി. ചേച്ചിയും ജിനിയും തിരിച്ചു കൊണ്ടുവന്ന് ചേട്ടായിക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? എനിക്ക് വേണം മനസ്സമാധാനം. അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചേട്ടായും കൂടെ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. എന്ത് ചെയ്യാൻ? റോയിയുടെ ബോഡി പോലീസ് കണ്ടെത്തണം. സാറേ, ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയായെന്ന് സാറിന് അറിയാവോ? എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജോയി? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, പോലീസിനും. താൻ എന്നോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞോ? തനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? ഇല്ല സാറേ, എൻ്റെ പെറ്റമ്മയാണ് സത്യം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ തനിക്ക് കൊള്ളാം.
അറിയാലോ, എൻ്റെ അനിയനവൻ. സാറും കൂടെ അങ്ങനെ പറയല്ലേ, എൻ്റെ പ്രഷറാണെങ്കിൽ 240 താൻ നിരപരാധിയാണ്, പ്രഷറൊക്കെ തന്നെ താന്നോളൂ. ജോയി തൽക്കാലം ഇപ്പോൾ വിട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിപ്പിക്കും. പോകുന്ന വഴിക്ക് പള്ളിയിലൊന്ന് കയറണം. കർത്താവിന് ഏതായാലും സത്യം അറിയാമല്ലോ. ഇറങ്ങിയോ? എല്ലാവരും കൊട്ടയും പൊക്കറ്റും ഒക്കെ ഇങ്ങെടുത്തോണ്ട് പോരെ. മൈക്കിളെ, നിങ്ങളെ അവിടെ നിന്ന് പണി തുടങ്ങിക്കോ. നിങ്ങൾ ആ മൂലയിൽ നിന്ന് പണി തുടങ്ങിക്കോ കേട്ടോ. എന്താ വെച്ചേ? എടാ നമ്മുടെ ഉള്ള കായ അങ്ങ് പറിച്ചെടുത്തേക്കാന്ന് ഓർത്തേ. കാ പറിക്കാനോ? അല്ലല്ലോ ചേട്ടോ. എടാ മൈക്കിളെ, ഇവിടെ കിടന്ന് ചുമ്മാ വഴുത്തു പോലെടാ. നീയോ പറിക്കുന്നില്ല, ഞാൻ പറിച്ചെടുത്ത് അതൊക്കെ വേണ്ട പോലെ നോക്കിക്കോളാം. കൊച്ചായി ആൾക്കാരെ കൂട്ടിയിട്ട് പോകാൻ നോക്കി. വിട്ടേ. എടാടാ, കല്യാണം ഇങ്ങനെ അടുത്ത് വന്നില്ലടാ. ജോർജാണ് കാശ് തരാമെന്ന് പറഞ്ഞ് മുങ്ങിയെടുക്കുക. എടാ ഈ ഉള്ള കായ ഇങ്ങെടുത്ത് പറിച്ചു. ഇപ്പൊ ഈ കാ പറിച്ചിട്ട് ഇവിടുന്ന് കല്യാണം ഉണ്ടാക്കാന്ന് കൊച്ചായി കരുതണ്ട. കൊച്ചായി വിട്ടേ. എന്നെ വർത്താനം ഈ പറയുന്നേ? ചേട്ടായുടെ സ്വത്തിനെ എനിക്ക് ഇവിടെ അവകാശമുണ്ട്. നിങ്ങൾ പരിപാടി തുടങ്ങിക്കോട്ടാ. ഇവൻ എന്നാ ചെയ്യുന്നു ഞാനും നോക്കട്ടെ. നിങ്ങൾ കൊച്ചായി ഇനി ഇമാതിരി പരിപാടി കൊണ്ട് വന്നാ ചേട്ടാ പോലെ. ശരി സർ. മാഡം, ഈ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും റോയിയും ചേട്ടന്മാരും തമ്മിലില്ല. ഓക്കെ മാഡം, മൈക്കിളും ജോർജും തോളിലിട്ട് വളർത്തിയവനാ റോയ്. അനിയനല്ല, മകനായിരുന്നു. സ്വത്തിനു വേണ്ടി അവരത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പറ ജോർജ്, കാര്യം പറ. ശനിയാഴ്ച എന്തെങ്കിലും പറഞ്ഞ് ചേട്ടായി കറിയാപ്പിനൊന്ന് പുറത്തു പറഞ്ഞു വിടണം. എന്തിന്? അവൻ്റെ ബോഡി ഇവിടെ നിന്ന് മാറ്റണം, ജോയിയുടെ കോറിലോട്ട്. എൻ്റെ ജോർജ്, നിനക്ക് മതിയായില്ലേ? എടാ, ഇനി ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കൂടും ചേട്ടായി. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ജോയിയെ പോലീസിന് സംശയമുണ്ട്. ബാക്കിയെല്ലാം ഞാൻ അവനിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു എവിഡൻസാണ്. അതിന് നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ. ചേട്ടായി, എന്നെ ഒന്ന് വിശ്വസിക്കുക.